തേങ്ങയിടാൻ വന്ന വീട്ടിലെ വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ തെങ്ങുകയറ്റ തൊഴിലാളി പിടിയിൽ. വാമനപുരം കളമച്ചൽ സ്വദേശിയായ വീട്ടമ്മയുടെ വീട്ടിലായിരുന്നു സംഭവം. വീട്ടിൽ തേങ്ങയിടാനെത്തിയതായിരുന്നു പ്രതി. ഈ സമയം വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കിയ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീട്ടമ്മ ബഹളം വെച്ച് കുതറിമാറി പുറത്തേക്കോടി അയൽവീട്ടിൽ വിവരമറിയിച്ചതോടെ പ്രതി ഒളിവിൽ പോയി. ഇവർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാനായത്. ഐലം ചരുവിള വീട്ടിൽ അജേഷിനെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. ലേഡീസ് ഹോസ്റ്റലിനുള്ളിൽ വനിതകളെ അതിക്രമിക്കാൻ ശ്രമിച്ച പ്രതി പോലീസ് പിടിയിൽ. ഇടുക്കി തൊടുപുഴയിലാണ് സംഭവം. അറക്കുളം സ്വദേശി അഖിൽ പി രഘുവാണ് പിടിയിലായത്. മുട്ടം പൂമാല ലേഡീസ് ഹോസ്റ്റലുകളിലും പ്രതി നേരത്തെ കയറിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. തൊടുപുഴയിലെ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽ പ്രതി ചാടിക്കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുവതി കുളിക്കുന്ന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രതിക്ക് തടവും പിഴയും. മലപ്പുറം പുഴുക്കാട്ടിരി പനങ്ങാങ്കര സ്വദേശി 42-കാരൻ സമീറിനെയാണ് മഞ്ചേരി SC/ST കോടതി ജഡ്ജി TG വർഗീസ് 9.5 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. 2023 മെയ് 8 രാവിലെ 11-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. 20-കാരിയായ പരാതിക്കാരി കുളിമുറിയിൽ കയറിയ സമയം വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി കുളിമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ചുവരിന് മുകളിലുള്ള വിടവിലൂടെ മൊബൈൽ ഫോൺ അകത്തേക്ക് പിടിച്ചാണ് വീഡിയോ ചിത്രീകരിച്ചത്. ഫോൺ ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവതി ബഹളം വെക്കുകയായിരുന്നു. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക പരാതിക്കാരന് നൽകണമെന്നും കോടതി വിധിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവിന് തടവ് ശിക്ഷ. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ദേഹത്ത് കയറി പിടിക്കുകയും അപമാനിക്കുകയും ചെയ്ത കേസിലെ പ്രതിക്ക് 1.5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഓച്ചിറ പായിക്കുഴി തോണ്ടുകണ്ടത്തിൽ വീട്ടിൽ 33-കാരൻ ഇസാഫിനെയാണ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണൻ ശിക്ഷിച്ചത്. 2019 ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് 12 മണിയോടെ മാന്നാർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു സംഭവം. പരുമലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായിരുന്നു പ്രതി. അന്ന് വിദ്യാർത്ഥിനിയായിരുന്ന യുവതിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്തിരുന്നു. തന്റെ പ്രണയാഭ്യർത്ഥന യുവതി നിരസിച്ചതിലുള്ള വിരോധം മൂലം യുവതിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രതി പെരുമാറുകയായിരുന്നു.